നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഒരു പ്രക്ഷോഭം ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് പോലും ഒരുപക്ഷെ ഈ അടുത്ത കാലം വരെ ആരും അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ചില ഇൻഫ്ലുവൻസേഴ്സും സിനിമാ നടന്മാരും ഒക്കെ വന്നതോടുകൂടെ വിഷയം അങ്ങ് ആളിക്കത്തി. അവിടെയുണ്ടായിട്ടുള്ള അരാഷ്ട്രീയതയുടെ ഏറ്റവും വലിയ നേർചിത്രങ്ങൾ പുറത്തേക്ക് വന്നു. സോനം വാങ്ചുക് ആരാണ് എന്നുള്ള സംസാരങ്ങളായി. ഇതോടുകൂടെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഈ പ്രക്ഷോഭത്തെ ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്തും എതിർത്തുകൊണ്ടും രണ്ട് വിഭാഗങ്ങളാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഇതിൽ ചില പ്രമുഖരുമുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നടൻ ടൊവിനോ തോമസിന്റെ വീടിന് മുന്നിൽ വലിയ പ്രതിഷേധങ്ങൾ കാണാനിടയാകുന്നു. അതായത് നമ്മുടെ മൂക്കിന്റെ തുമ്പിൽ, അതായത് കേരളത്തിൽ വിദ്യാർത്ഥികൾ ഇതേ രീതിയിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ട് മണ്ണ് തിന്ന് പ്രതിഷേധിച്ചടക്കം സംഭവങ്ങൾ ഉണ്ടായിട്ട് അന്നൊന്നും ഒരു അക്ഷരം പോലും പറയാതിരുന്ന ആളുകൾ, വാ മൂടിക്കെട്ടിയിരുന്ന ആളുകൾ ഇപ്പോൾ അങ്ങ് രാജ്യത്ത് അല്ലെങ്കിൽ ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് പ്രതികരിച്ച് രംഗത്ത് വരുന്നു എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ നടൻ ടൊവിനോ തോമസിന്റെ വീടിന് മുന്നിൽ വാ മൂടിക്കെട്ടി പ്രതിഷേധ സമരം നടത്തിയിരിക്കുകയാണ് യുവമോർച്ച പ്രവർത്തകർ. ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി ടൊവിനോ പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേരളത്തിലെ PSC അഴിമതിക്കെതിരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള യുവതീ യുവാക്കൾ മണ്ണുവാരി തിന്ന് സമരം ചെയ്യുമ്പോഴും സ്വന്തം ജില്ലയിലായ തൃശൂരിൽ നഴ്സുമാർ രാപ്പകൽ സമരം നടത്തിയപ്പോഴും പ്രതികരിക്കാത്ത നടൻ രാഷ്ട്രീയം നോക്കി വായ തുറന്നു എന്നുള്ള മുദ്രാവാക്യം വിളിച്ചാണ് പ്രതിഷേധം നടത്തുന്നത്. ചെട്ടിപ്പറമ്പിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയിലെ വീടിന് മുന്നിൽ നടത്തിയ സമരം യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിഷ ടി രാജ് ഉദ്ഘാടനം ചെയ്തു. ആളൂർ മണ്ഡലം പ്രസിഡന്റ് വിശ്വജിത്ത് അധ്യക്ഷനായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടൻ ടൊവിനോ തോമസ് മാത്രമല്ല ഇത്തരത്തിൽ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് രംഗത്തേക്ക് വരുന്ന ആളുകൾ. ഇവരുടെയൊക്കെ വായിൽ എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. പലരും പ്രത്യക്ഷമായിട്ടും ചിലർ പരോക്ഷമായിട്ടും തെറി വിളിച്ച് അഭിഷേകം നടത്തിക്കൊണ്ടാണ് ഇങ്ങനെ പ്രതികരിച്ച് രംഗത്തേക്ക് വരുന്ന ആളുകളെ കുറിച്ച് പറയുന്നത്. ചില ഇൻഫ്ലുവൻസേഴ്സ് സമരത്തിന് പോകുന്നതിന് മുൻപ് നടത്തിയിട്ടുള്ള വ്ളോഗുകളൊക്കെ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും കാലം കേരളത്തിലുണ്ടായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒന്ന് സംസാരിക്കാൻ പോലും നിൽക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ എവിടെ നിന്ന് നാവ് പൊന്തി എന്നുള്ളതാണ് ചോദ്യം. ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഈ ചോദ്യം ചോദിക്കുന്നവരുടെ പോലും വായടപ്പിക്കുന്നതാണ്. അതായത് ഇത്തരത്തിൽ ഇപ്പോൾ സെലിബ്രിറ്റികൾ അടക്കം പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പ്രൊട്ടസ്റ്റിന്റെ അതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്കൊപ്പം നിന്ന് രാജ്യത്തിനെതിരെ എന്നുള്ളതല്ല ഇവിടുത്തെ യഥാർത്ഥ വിഷയം. കേരളത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ യഥാർത്ഥമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. PSC വിഷയമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും അവർക്ക് അർഹതപ്പെട്ട പല കാര്യങ്ങളിലും സീറ്റുകൾ നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. അതിനെതിരെ പക്ഷേ ഇവരൊന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യം. പക്ഷേ ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. സമരം ചെയ്യാനുള്ള എല്ലാ അവകാശവും ജനാധിപത്യ രാജ്യത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ ഭരിച്ച LDF ഗവൺമെന്റ് ആയിക്കോട്ടെ UDF ഗവൺമെന്റ് ആയിക്കോട്ടെ അതിന് അവസരം നൽകിയതെന്നതാണ്. ആരെയും തല്ലിത്തകയ്ക്കാനോ അല്ലെങ്കിൽ അവിടെ സമരം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഇറക്കിവിടാനോ ശ്രമിച്ചിട്ടില്ല. ആശാവർക്കർമാരുടെ സമരമുണ്ടായ സമയത്ത് അത്തരം ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിലും ആരെയും പ്രത്യക്ഷമായിട്ട് സമരം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല. പരോക്ഷമായിട്ട് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് സോനം വാങ്ചുക് നടത്തുന്ന പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന ജനാധിപത്യ രാജ്യത്താണ് ഇത്ര വലിയ അനീതി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള എല്ലാ അനുമതികളും അല്ലെങ്കിൽ എല്ലാ അവകാശങ്ങളും ഈ പറയുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്നുള്ള കാര്യം പോലും അവഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. ഒരു നെയിം പ്ലേറ്റ് പോലും ഇല്ലാതെയാണ് അവിടെ ഉദ്യോഗസ്ഥർ എത്തുന്നത്. അവിടെ സമരത്തിനെത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ രഞ്ജിന ഹരിദാസ് പറഞ്ഞ ഒരു വിഷയം എടുത്തു വെച്ചുകൊണ്ട് ആ വിദ്യാർത്ഥികൾക്ക് വിവേകമില്ല എന്ന തരത്തിൽ ചില വീഡിയോകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് വാഹനങ്ങൾ തല്ലി തകർക്കുന്നത്, അവർ പോലീസുകാരെ തിരിച്ച് അടിക്കാൻ ശ്രമിക്കുന്നത്, ഇതൊക്കെയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ചെയ്യുന്നത് എന്ന തരത്തിലാണ് അത്തരം വീഡിയോകൾ പ്രചരിക്കുന്നത്. പക്ഷേ നിങ്ങളാരും കാണാത്ത അല്ലെങ്കിൽ നിങ്ങളാരും സംസാരിക്കാത്തത് അവർക്കെതിരെ എങ്ങനെയാണ് ഈ പറയുന്ന
സംരക്ഷണം ഒരുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് എന്നുള്ളതാണ്. ഒരു വലിയ പക്ഷം ആളുകൾ എന്ന് പറയുന്നത് ഈ സർക്കാരിനെ ഭരണപക്ഷത്തുള്ളത്, അതിപ്പോൾ BJP ആയതുകൊണ്ട് മാത്രമല്ല സംസാരിക്കുന്നത്, ആര് ഭരിച്ചാലും ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ പിഴവ് തന്നെയാണ് ഈ കാണുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ, സമ്മതിച്ചു, ഇത്തരം ഒരു തെറ്റ് നടന്നിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതിന് പകരം അതിനൊരു മാറ്റം വരുത്താമെങ്കിലും ഒരു വാക്കാലെങ്കിലും ആ സമരക്കാർക്കൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ പറയാമായിരുന്നു, അല്ലെങ്കിൽ പരിഹരിക്കാം എന്നുള്ള ഒരു വാക്ക്. അതാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ജനപ്രതിനിധികൾ ചെയ്യേണ്ടത്. പക്ഷെ ഇത് അതിന് പകരം നിങ്ങൾ സമരം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യാൻ വരുന്നവരെ ആക്രമിച്ച് ഭയപ്പെടുത്തി തിരികെ പറഞ്ഞയക്കാം എന്നുള്ളൊരു ധാർഷ്ട്യം, അതാണ് ഇപ്പോൾ ഡൽഹിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന സെലിബ്രിറ്റികൾ അടക്കം എതിർക്കുന്നത് ആ ഒരു രീതിയെയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യ വിശ്വാസിക്ക് സഹിക്കുന്നതിനപ്പുറത്തേക്കാണ് ഈ കാഴ്ചകൾ എന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ ഒരു വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അതിനെതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ടൊവിനോ തോമസ്, രഞ്ജിനി ഹരിദാസ്, പാട്ടുകാരനായിട്ടുള്ള റാപ്പറായിട്ടുള്ള വേടൻ, അതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ഇവരെയൊക്കെ തീവ്രവാദികളായിട്ട് ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ ഫണ്ട് വാങ്ങിക്കൊണ്ടാണ് ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ തൊടുത്തുവിടാൻ വേണ്ടി ചുക്കാൻ പിടിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഇവരൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയുള്ള അവകാശം, ഒരു ആവശ്യം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ വാ മൂടിക്കെട്ടാൻ വേണ്ടി ഒരുപാട് ഗുണ്ടകളെ ഇറക്കി ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് ആയുധങ്ങൾ കണ്ട് പേടിപ്പിച്ച് ആയുധങ്ങൾ കാണിച്ച് പേടിപ്പിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തരുത് എന്നുള്ള ഒരു രീതി മനസ്സിലാക്കിക്കൊണ്ടാണ് പല സെലിബ്രിറ്റികളും ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അത് LDFO, UDFO, NDO അങ്ങനെ രാഷ്ട്രീയം നോക്കിയല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം നമ്മൾ സഹിക്കുന്നതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 189 ചോദ്യ പേപ്പറുകളാണ് ചോർച്ച സംഭവിച്ചിരിക്കുന്നത്. 193 കുട്ടികൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നീറ്റ് പരീക്ഷ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 20 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ ഞാൻ വളർന്നു വരുന്ന കാലത്തടക്കം എൻ്റെ വീട്ടുകാരും എൻ്റെ ബന്ധുക്കളും എൻ്റെ നാട്ടുകാരും പറഞ്ഞത്, ഒരു ശരാശരി സാധാരണ വീട്ടിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ എന്നോടടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്നത് പോലെ വിദ്യാഭ്യാസമാണ് എല്ലാം, നീ പഠിച്ചോളൂ, സർക്കാർ വിദ്യാഭ്യാസമുണ്ട്, അത് കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ നിനക്ക് വലിയ രീതിയിൽ എത്താം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിലേക്കാണ് നമ്മൾ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല, നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ മാത്രം അത് വില കൊടുത്ത് വാങ്ങാൻ സാധിക്കും, അല്ലെങ്കിൽ പരീക്ഷ എഴുതിയില്ല എങ്കിൽ പോലും വക്കീലായും ഡോക്ടറായും സർക്കാർ സേവനങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു വരുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇവിടുത്തെ ജനങ്ങൾ, അത് പണക്കാരനോ പാവപ്പെട്ടവനോ ആരുമായിക്കോട്ടെ, 3 കോടി 3000 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ ഓരോ വ്യക്തിയും ഒരു പൗരനാണ്. ആ പൗരന്റെ നിയമങ്ങൾ, ആ പൗരനുള്ള നിയമങ്ങൾ കൃത്യമായി, അവകാശങ്ങൾ കൃത്യമായി നൽകും എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ആ പൗരൻ തീരുമാനിക്കുന്നതാണ് ഓരോ ജനപ്രതിനിധിയെയും. അതായത് ഇപ്പോൾ പല ജനപ്രതിനിധികളും വിചാരിക്കുന്നത് അവർ രാജാവാണ്, അവരെ കണ്ട് കൈകൂപ്പി നിൽക്കണം, തൊഴണം എന്നുള്ള അവസ്ഥയിലാണ്. യഥാർത്ഥത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ. അവർക്ക് അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ക്രോഡീകരിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു വ്യക്തിയാണ് ഈ ജനപ്രതിനിധി എന്നുള്ളത് അവർ മനസ്സിലാക്കുക. ഒരു ജനാധിപത്യ രാജ്യത്ത് എന്താണോ നടന്നുകൂടാൻ പാടില്ലാത്തത് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ജനാധിപത്യ രീതികളാണ്. അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധികൾ ജനങ്ങളാൽ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നു. ആ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പക്ഷഭേദമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ, അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് ക്രോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു വിദ്യാഭ്യാസ യോഗ്യത പോലും പല ജനപ്രതിനിധികൾക്കും ഉണ്ടാകാറില്ല. പക്ഷേ അത് അവരുടെ വിവേക
ബുദ്ധി എന്ന് പറയുന്നത് വലുതായതുകൊണ്ട് അത് ബാധിക്കാറുമില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ തകിടം മറിയുകയാണ്. മറ്റു രാജ്യങ്ങൾ പോലും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന നരേന്ദ്രമോദിയാണ് സ്വന്തം നാട്ടിലെ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ താറുമാറാകുന്ന രീതിയിൽ അവസ്ഥയിലാണ് എന്ന് തുറന്നു കാണിച്ചിട്ട് പോലും ഒരക്ഷരം പോലും മിണ്ടാതെ ഇരിക്കുന്നത് എന്ന് കാണുമ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കകളാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഓരോ വർഷവും വിദേശത്തേക്ക് പോയി വിദ്യാഭ്യാസം നേടാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു നാടാണ് നമ്മുടേത്. എത്രമാത്രം സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എങ്കിൽ പോലും, എത്രമാത്രം വികസനങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായാൽ പോലും ഇപ്പോഴും വിദ്യാർത്ഥികൾ പുറത്തുപോയി പഠിക്കാനുള്ള കാരണം ഇവിടെ പഠിച്ചാലും അവസാന പോയിന്റിൽ പണമിറക്കിയാൽ മാത്രമേ മുന്നോട്ട് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകണം. എന്തായാലും ഇനി വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും ഇനിയെങ്കിലും നമ്മൾ ഉൾപ്പെടെ എല്ലാവരും സംസാരിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ടൊവിനോ തോമസിന്റെ കാര്യം മാത്രമല്ല, ഇപ്പോൾ മോഹൻലാലിന്റെ മകൾ ഇതുവരെ ഒരു വിഷയത്തിലും സംസാരിക്കാത്ത ഒരാളാണ് മോഹൻലാലിന്റെ മകൾ. പക്ഷെ അവർ പോലും ഈ വിഷയത്തിൽ സംസാരിച്ച് രംഗത്തെത്തിയപ്പോൾ അവരെ പോലും സൈബർ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു വലിയ സമൂഹം നമുക്കിടയിലുണ്ട്. അതായത് നമ്മൾ സ്വയം നമ്മുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇത്തരത്തിൽ കേന്ദ്രത്തെ നശിപ്പിക്കാനാണ് ഈ ഒരു സമരം എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന, തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന മനുഷ്യന്മാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നടൻ മോഹൻലാലിന്റെ മകളുടെ പ്രതികരണം വന്നതിന് ശേഷം ഇപ്പോൾ വലിയ രീതിയിലാണ് മോഹൻലാലിന്റെ മകൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകകപ്പ് വിശേഷങ്ങൾ പങ്കുവെച്ചുള്ള മോഹൻലാലിന്റെ പോസ്റ്റിന് ചുവടെ അധിക്ഷേപ വാക്കുകൾ നിറയുന്നു. കേരളത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നും ഹിന്ദുക്കളെ അപമാനിച്ചാൽ താങ്ങില്ല എന്നുമുള്ള തരത്തിലുള്ള കമന്റുകൾ, വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ. മോഹൻലാലിന്റെ മകൾ എന്നതിനപ്പുറം കേരളത്തിൽ എന്ത് സ്ഥാനമാണ് ഇവർക്കുള്ളതെന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ. ഒരു അച്ഛൻ സിനിമാ നടനായതുകൊണ്ട്, സെലിബ്രിറ്റി ആയതുകൊണ്ട്, ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയത് കൊണ്ട് അവരുടെ മകനും അങ്ങനെ കീഴടക്കണമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തിനാണ്? അവർക്ക് അതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവർ അത് പോകും ചെയ്യും എന്നുള്ളതാണ്. അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതും അവരുടെ തീരുമാനമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് ജനാധിപത്യ രാജ്യത്ത് ഓരോ വ്യക്തികൾക്കും കൃത്യമായിട്ട് നൽകുന്ന ഒരു വിഷയമാണ്. പക്ഷെ അതിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള ഓരോ വിമർശനങ്ങളും മോഹൻലാലിന്റെ മകൾക്കെതിരെയായിട്ടെ മറ്റ് ആരൊക്കെയാണോ ഇപ്പോൾ സോനം വാങ്ചുക്കിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്തേക്ക് വരുന്നത്, അദ്ദേഹത്തിന് അങ്ങനെ വരുന്നവർക്ക് എതിരെയൊക്കെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് പല കോണുകളിൽ നിന്നും ഫണ്ട് വാങ്ങിക്കൊണ്ട് നടത്തുന്ന ഒരു PR വർക്കാണ് ഈ കാണുന്ന പ്രൊട്ടസ്റ്റ് എന്ന തരത്തിലടക്കം പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രൊട്ടസ്റ്റ് എന്നതിനേക്കാൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, അല്ല എന്ന് പറയുന്നില്ല. കാരണം ഒരുപാട് വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടപ്പെട്ട, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു വിവാദ വിഷയമാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ ജനാധിപത്യ രാജ്യത്ത് വിശ്വസിക്കുമ്പോൾ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം, അതിനൊപ്പം പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ജനാധിപത്യം എന്നുള്ള ഒരു വാക്ക് ഇന്ത്യക്ക് കൊടുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. മറ്റ് രാജ്യങ്ങളിലെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ജനാധിപത്യം എന്നുള്ള വാക്കിന് പ്രാധാന്യം കൊടുക്കുന്ന നാടാണ് നമ്മുടേത്. നരേന്ദ്രമോദി ഓരോ നാട്ടിൽ പോയി വിസിറ്റ് ചെയ്യുമ്പോഴും അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൈകൂപ്പി സ്വീകരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നമുക്ക് നൽകുന്ന വാല്യൂ എന്താണ് എന്ന് അവർക്കൊക്കെ മനസ്സിലായത് കൊണ്ടാണ്. അത്തരത്തിൽ ആളുകൾ, ലോകരാജ്യങ്ങൾ പോലും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വാ മൂടിക്കെട്ടാതെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല പ്രൊട്ടസ്റ്റുകൾ പല ആവശ്യങ്ങൾ പ്രൊട്ടസ്റ്റിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. രാജിവെക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അത് പലതും നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ്. അത് ഗവൺമെന്റ് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇപ്പോൾ ഈ പറയുന്നത് പോലെ രാജി എന്നുള്ളത് ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് ആവശ്യപ്പെട്ടതാണെങ്കിലും അത് ചെയ്യണമെന്നില്ല. പക്ഷേ മറിച്ച് ഉത്തരവാദിത്തം, നിലവിലുണ്ടായിട്ടുള്ള ചോദ്യപേപ്പർ ചോർച്ചയും അതിന്റെ പേരിൽ നമ്മുടെ ഇന്ത്യയിലുള്ള മനുഷ്യരും മരണപ്പെട്ടിട്ടുണ്ട്, സ്വന്തം ജീവൻ വിദ്യാർത്ഥികൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കി ഇനിയും ഇത്തരത്തിലൊരു വലിയ വീഴ്ച സംഭവിക്കില്ല എന്ന് ഉറപ്പ് നൽകാനുള്ള ഒരു ഉത്തരവാദിത്തം, സാമാന്യ ബോധ്യം എങ്കിലും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടാകണം എന്നുള്ള ഒറ്റ കാര്യമാണ് പറയാനുള്ളത്. എന്തായാലും നിലവിൽ രഞ്ജിനി ഹരിദാസിനെ പോലുള്ള, ടൊവിനോ തോമസിനെ പോലെയുള്ള നിരവധി സെലിബ്രിറ്റികൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായിട്ട് രംഗത്തേക്ക് വരുമ്പോൾ അവരെ ഇത്തരത്തിൽ കേരളത്തിൽ പല വിഷയങ്ങളും ഉണ്ടായപ്പോഴും വാ മൂടി കെട്ടിയല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരോടാണ്. അവരൊക്കെ സംസാരിക്കുന്നത് കേവലം ഒരു വിഷയത്തെയോ കേവലം ഒരു പാർട്ടിക്കെതിരെയോ അല്ല, മറിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള, നിങ്ങൾ ഉൾപ്പെടെയുള്ള, നമ്മൾ ഉൾപ്പെടുന്ന ജനാധിപത്യ രാജ്യത്ത് അവരുടെ
സ്വാതന്ത്ര്യങ്ങൾ പ്രതിഷേധിക്കാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുമുള്ള സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലാണ് ഇത്തരത്തിലുള്ള ഓരോ സെലിബ്രിറ്റികളും സംസാരിച്ചു വരുന്നത്. അതുകൊണ്ട് അവരെയൊക്കെ സൈബർ ആക്രമണം നടത്തുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങളിപ്പോൾ ഏത് ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ, നമ്മുടെ കുട്ടികളുടെ, നമ്മളുടെ ബന്ധുക്കളുടെയൊക്കെ ഭാവി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുക, ഇടപെടുക. മിണ്ടാതെ ഇരുന്ന് സേഫായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഒരുപക്ഷെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വാ തുറന്ന് സംസാരിക്കുമ്പോഴെങ്കിലും അവരുടെ കണ്ണുകൾ തുറക്കും. രാജകീയ ഭരണമല്ല, മറിച്ച് ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പോൾ ഓരോ ജനങ്ങൾക്കും, എത്രമാത്രം ജനങ്ങളുണ്ടോ അത്രമാത്രം ജനങ്ങൾക്കും എല്ലാവർക്കുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടാനുള്ളതല്ല എന്ന് മനസ്സിലാകും.